ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാലിക്കറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഒരു കാലിക്കറ്റ് ഒരു 10-10:30 എത്തി. അപ്പോൾ ഡയറക്റ്റ് മഞ്ചേരിക്ക് ബസ്സൊന്നും ഇല്ല. കാലിക്കറ്റ് ഡയറക്റ്റ് മഞ്ചേരിക്ക് ബസ് സമയത്തൊന്നുമില്ല. 8:15 ലാസ്റ്റ് ബസ് തോന്നുന്നു, പ്രൈവറ്റ് ബസ് KSRTC ബസ്സും ആ സമയത്താണ് 8-8:45 തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ 10:30 ആയപ്പോൾ എന്തായാലും മഞ്ചേരിക്ക് ഡയറക്റ്റ് KSRTC ബസ് ഇല്ല. അപ്പോൾ ഞാൻ തോന്നെ നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മോനെ, ബസ് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ പാലക്കാട് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ബസ് കയറാൻ വിചാരിച്ചു. വെള്ളാമ്പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് ഓട്ടോ വിളിച്ച് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചു. നമ്മൾ വെള്ളാമ്പുറത്ത് ബസ് കയറി. അപ്പോൾ ഞാൻ KSRTC കയറിയ സമയത്ത് തന്നെ ആ കണ്ടക്ടർ വെറുതെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്നിനും ചില്ലറല്ലായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ തോന്നേരം ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ഓരോ കാര്യത്തിനും വേണ്ടി വെറുതെ ആവശ്യമില്ല ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് KSRTC ബസ് സ്റ്റാൻഡ് ഇറങ്ങിയ ഉടനെ സമയത്ത് 2 ചെക്കന്മാർ വണ്ടി കയറി വന്ന്. അപ്പോൾ അവരോട് ചോദിച്ചു എടുക്കണോ ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയാതെ മാറി കയറിയതാണ്. മനുഷ്യനല്ലേ, തെറ്റ് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ യൂണിവേഴ്സിറ്റിക്കാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ അവരോട് ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു. അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും നോക്കി കയറണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു പോയി കഴിഞ്ഞ് 2 സ്ത്രീകൾ കൈയാട്ടി. അപ്പോൾ സ്ത്രീകൾ നിർത്തി വെച്ചു. അപ്പോൾ സ്ത്രീകൾ നിർത്തിയ സമയത്ത് എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്കാണ് പോകണമെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു വേണ്ട, യൂണിവേഴ്സിറ്റിക്ക് ഇത് പോവില്ല, നിങ്ങൾ അടുത്ത് രാമനാട്ടുകര എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് അവിടെ ഇറങ്ങിക്കോളൂ, അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് കിട്ടും, അവിടെ നിന്ന് തൃശ്ശൂർ ബസ് വരും. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ബസ് തൃശ്ശൂർ ആ റൂട്ടിലൂടെയാണ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവരങ്ങനെ രാമനാട്ടുകര നിർത്തിയപ്പോൾ അപ്പോൾ ഇയാൾക്ക് പെണ്ണുങ്ങളോട് ഇത് നമുക്ക് റേസായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പണി കിട്ടും ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇയാൾക്ക് പെണ്ണുങ്ങളോട് നന്നായിട്ട് സംസാരിച്ചു. പെണ്ണുങ്ങളോട് മോശമായി സംസാരിച്ചിട്ട് കുറ്റം പറയല്ല കേട്ടോ. പെണ്ണുങ്ങളോട് ഇയാൾ നന്നായിട്ട് സംസാരിച്ചു, ഉഷാറായിട്ട് സംസാരിച്ചു. അപ്പോൾ ആണുങ്ങൾക്ക് ഇയാൾക്ക് ഒരുമാതിരി ഇങ്ങനെ എല്ലാവരും ചില്ലറൊന്നുമില്ലെങ്കിൽ അപ്പുറം തെറി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. കുറച്ചേരം എത്തി കഴിഞ്ഞപ്പോൾ രാമനാട്ടുകര കറക്റ്റ് ഓർമ്മയില്ല, രാമനാട്ടുകര കുറച്ച് എത്തി കഴിഞ്ഞ് അപ്പോൾ ഒരു തമിഴൻ ഉണ്ടായിരുന്നു. അയാൾക്ക് മലയാളം ശരിക്കും പറയാൻ അറിയില്ല. തമിഴനാണ്. അപ്പോൾ അയാൾക്കൊരു മൂത്രയ്ക്കാണ് നിർത്തണം പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് സംസാരിച്ചു. അതൊന്നും പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവരും നിർത്തിത്തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാളെ പ്രശ്നമായി. അപ്പോൾ ഞാൻ എണീറ്റ് ഞാനവിടെ ഇരുന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് ഇയാളങ്ങനെ ദേഷ്യം കടിച്ചിങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പ്രായമായാലല്ലേ, കുറച്ച് പ്രായം നല്ല വായിക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്തൊരു പ്രായമുണ്ട്. കുറച്ച് പ്രായമായാലല്ലേ ഉണ്ടാക്കുന്നൊക്കെ. പക്ഷെ എന്നാലും പിന്നെ ഇയാൾ പറഞ്ഞു എനിക്ക് മൂത്രയ്ക്കണം, അത്രയും ബുദ്ധിമുട്ടാണ് എനിക്കവിടെ. അപ്പോൾ പറഞ്ഞു ഇനി മലപ്പുറത്ത് നിർത്തുള്ളൂ പറഞ്ഞു. മലപ്പുറത്ത് നിർത്തുമ്പോൾ അപ്പോൾ അവിടെ മൂത്രയിച്ചാൽ ഞാൻ പറഞ്ഞു. അയാൾ അത്രയും നിൽക്കാൻ കൊണ്ട് കഴിവില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് മൂത്രയിക്കണം, എനിക്ക് എന്തൊക്കെയോ ഒരു അസുഖമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. അപ്പോൾ അയാൾ നേരെ ഇട്ടേക്ക് പറഞ്ഞു നിങ്ങൾക്ക് എല്ലായിടത്തും മൂത്രയ്ക്കാൻ നിർത്തിത്തരാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ശരിക്കും റൂൾ ഉണ്ടല്ലോ. പിന്നെന്താ അവർക്ക് നിർത്തി തരുന്ന എന്താ പ്രശ്നം? അപ്പോൾ ഇങ്ങോട്ട് അയാൾ ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് സംസാരിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കാണിച്ചു. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ നിർത്തി കൊടുത്താൽ നിങ്ങൾ എന്താ ചെയ്യുന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ആ സമയത്ത് ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ തമിഴാണ്, അയാൾക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ല. അയാൾക്ക് കുറച്ച് മലയാളം പറയാൻ പറ്റുള്ളൂ, വല്ലാതെ മലയാളം പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ട് തമിഴനായതുകൊണ്ട് അയാൾ കുറച്ച് സെയിം ഏജ് തന്നെയാണ്. അപ്പം അയാളെ വിട്ട് നാലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിച്ചവർ. അപ്പോൾ തമിഴനായിട്ട് ആണ്, അല്ല മനുഷ്യ സാധാ മലയാളിയൊക്കെയാണെങ്കിൽ അപ്പം കൊടുത്ത് മൂന്നൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു സമയത്ത് നമുക്ക് ബാത്റൂം മൂത്രയ്ക്കാൻ മുട്ടി നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മാക്സിമം പോയ 2 മിനിറ്റ് 3 മിനിറ്റ് മൂത്രയ്ക്കാനല്ല, മാത്രമല്ല സമയമൊന്നും വരില്ലല്ലോ, 3 മിനിറ്റൊക്കെ ആകെ മൂത്രയ്ക്കാൻ വരുള്ളൂ. അപ്പോൾ അത് നിർത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറയാണ്ട് അയാൾ പിന്നെ പറഞ്ഞാൽ എനിക്ക് പറ്റാത്ത. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോയി നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉറങ്ങണം പറഞ്ഞ അയാൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ പണിക്കാരാൻ നിൽക്കണം. അയാൾക്ക് ജോലി കയറിയ സമയത്ത് തന്നെ അയാൾക്കറിയാം ഇതാണ് സമയം, എത്ര സമയമാവും ലേറ്റായി പോകുമ്പോൾ. കാരണം കാലിക്കറ്റിൽ നിന്ന് 10:15 വണ്ടി എടുത്തോണ്ടില്ല, കാലിക്കറ്റ് ടു പാലക്കാടിന്. കാലിക്കറ്റ് 10 എടുത്താൽ കഴിഞ്ഞാൽ പാലക്കാട് എത്തുന്ന ടൈം ഉണ്ടാവില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നിങ്ങളിങ്ങനെ എപ്പോഴെപ്പോഴും നിർത്തി തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് പോയിട്ട് ഉറങ്ങാനൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഉറങ്ങാനാണ് നിങ്ങൾ ഈ ജോലിക്ക് വരാൻ നിൽക്കണം. നിങ്ങൾക്ക് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിക്കോളി, ഒരു ആഴ്ച 2 ആഴ്ച ലീവ് എടുത്ത് നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിക്കോളി.
നിങ്ങൾക്ക് ഉറങ്ങാൻ നിങ്ങൾ രണ്ടാഴ്ച ലീവ് എടുത്തോണ്ട് വീട്ടിൽ കിടന്നുറങ്ങിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് പോയിക്കോളി, ഇങ്ങോട്ട് വീട്ടിൽ കിടന്നുറങ്ങിക്കോളി. അല്ലാതെ ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണേ? അപ്പൊ ആ സമയത്ത് ഞാൻ പ്രതികരിച്ച സമയത്ത് ഒരാൾ പോലും, ഒരു മനുഷ്യക്കുട്ടി പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നി ആ ബസ്സിൽ ഏകദേശം ആൾക്കാർ ഫുള്ളായിട്ടോ. ഞാനൊക്കെ വിചാരിച്ചു ഈ ബസ്സിലൊക്കെ വല്ല ആണുങ്ങൾക്ക് പേര് പറയാനായിട്ട് ആണത്തല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളിപ്പോ ഒരു ഇത് തന്നെ, കാരണം എന്താ പറയാ, എനിക്ക് സംസാരിക്കാനും അറിയില്ല ശരിക്കും. തമിഴ് സംസാരിക്കാം കേട്ടോ, തമിഴ് സംസാരിക്കാൻ, മലയാളം സംസാരിക്കാറില്ല. അപ്പൊ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ചെയ്യല്ലോ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ നിന്നിട്ട് നല്ല വർത്താൻ പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഈ ഒരു 5 മിനിറ്റ് നിർത്തി കൊടുക്കുക, നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിച്ചു. നിങ്ങൾ അപ്പൊ അയാൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോയിട്ട് ഇറങ്ങണം, നിങ്ങൾക്ക് പോയിട്ട് ഇറങ്ങാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ജോലിക്ക് വരാൻ നിൽക്കണം. അപ്പൊ ആ സമയത്ത് ആ ബസ്സിൽ ഒരു ആൾക്കാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഒന്നിലും വേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, എനിക്ക് ആ പ്രായമായ അയാളെ സപ്പോർട്ട് ചെയ്യണ്ടേ, അതും ചെയ്തില്ല. അപ്പോ എനിക്ക് എനിക്ക് എന്താ വെച്ചാൽ മലയാളികളോട് ഒരു വൃത്തികെട്ട മലയാളികളൊന്നും തോന്നി. ആ ബസ്സിലല്ലോ ഒരുത്തരും ഒരു ആണായിട്ട് പറഞ്ഞൊരു മനുഷ്യനും വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്ര വൃത്തികെട്ടവര്, നമ്മളൊരാൾ ഒരു പ്രായമുള്ള ആളെ ഇതാക്കുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടി. എന്നെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തില്ല വണ്ടിയിൽ വെച്ചിട്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ശരിക്കും പറഞ്ഞാൽ ഫീലും എന്നിട്ടാകുമ്പോൾ. കാരണം നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും എണീറ്റിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു പ്രായമായക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ, കൂടെ എൻ്റെ സീറ്റിൽ ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, എൻ്റെ ബാക്കിലുണ്ട്, എൻ്റെ ഫ്രണ്ടിലുണ്ട്. എല്ലാവരും എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, തുറച്ചിങ്ങനെ നോക്കണം എൻ്റെ മുഖത്തേക്ക്. ഞാൻ വേറെ എന്തോ ചെയ്തമായിരിക്കും. നമ്മളൊരാൾക്ക് വേണ്ടി നല്ല നന്മ ചെയ്യുന്ന സമയത്ത് ആ ആൾക്കാരൊക്കെ നമ്മളെ കൂടെ നിൽക്കല വേണ്ടത്. ഞാൻ വിചാരിച്ചു ഇറ്റുകളൊക്കെ എന്താണ്, മനുഷ്യന്മാരെന്നല്ല വിചാരിച്ചു ഞാൻ. അപ്പോൾ എനിക്കുണ്ടായ ഒരു KSRTC ഉണ്ടായിരുന്നൊരു അനുഭവമാണ് അമ്മ പറഞ്ഞത്. കാരണം പല KSRTC എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. അപ്പം എന്താ പറയുക, നമുക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചുവിടാൻ കഴിയണം. അപ്പോൾ അതാണ് ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടി, ഇനി ഇവരെ ചെയ്യാൻ ആരുമില്ല, ഇനി ഇവരാരും തൊടൂല എന്നുള്ള ഇവർക്ക് 100% വിശ്വാസത്തിന്റെ പേരിലാണ് ഇവർ ഇതൊക്കെ ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്കിത് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് വണ്ടി നിന്നപ്പോൾ തന്നെ എനിക്കപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ചെയ്യേണ്ട വീട്ടിൽ പോയി സമാധാനമായിട്ട് ചെയ്യാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഈ രാത്രി എനിക്ക് കടന്നിട്ടാണ് എനിക്ക് സമാധാനം വരുന്നില്ല എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇനി ഇങ്ങനെ നിങ്ങളും ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അയാളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ മുണ്ടാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രതികരിക്കാൻ വേണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.